ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്യാൻ തീരുമാനിച്ച് സുകുമാരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണിമംഗലത്തുള്ളവരെ സുകുമാരി മുട്ടുകുത്തിച്ചിരിക്കും. തൽക്കാലം മുത്തശ്ശി വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്ക്. എന്നിട്ട് മതി മറ്റുള്ളവരെ മുട്ടുകുത്തിക്കുന്നത്. എത്ര കിട്ടിയാലും മുത്തശ്ശി പഠിക്കില്ല അല്ലേ? അല്ല, സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താ? എല്ലാവരുടെ മുമ്പിൽ പ്രിയങ്ക ഒരു സ്ഥാനത്ത് എത്തിക്കാനാണെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ വേഷം കെട്ടുന്നത്. യഥാർത്ഥത്തിൽ അതാണോ? പ്രിയങ്കയെ ഉപയോഗിച്ച് ഇനിയുള്ള ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള നിങ്ങളുടെ വൃത്തികെട്ട ആഗ്രഹമല്ലേ ഇതിന്റെയൊക്കെ പുറകില്? അതേടാ, സുകുമാരി മഹാറാണിയായിട്ട് വാഴാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയെടുക്കാൻ സുകുമാരിക്ക് അറിയാം. എല്ലാവരും കൂടി ഒത്തപ്പ വാക്കിന് ബലവും വന്നു, കൽപ്പിക്കാനുള്ള ധൈര്യവും വന്നു. ഒറ്റയ്ക്കാവുമല്ലോ കോണിച്ചു തരാൻ ഞാൻ. സുകുമാരിയെ, കണ്ണിലെ നീറ്റലൊക്കെ പോയല്ലോ അല്ലേ? മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അടുക്കളയിൽ ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പൊ സ്വന്തം ഇഷ്ടത്തിന് സുകുമാരി വാരി തേച്ചതാണല്ലോ. നാളെ ചിലപ്പോ സുകുമാരി ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാലേ ചിലപ്പോ ചെയ്തു വന്നിരിക്കും. പേടിപ്പിക്കാതെ മുത്തശ്ശി. എന്റെ മുത്തശ്ശി അങ്ങനെ പേടിക്കൊന്നുമില്ല. കണ്ണെരിഞ്ഞാലും വായെരിഞ്ഞാലും മുത്തശ്ശി പറയാനുള്ളത് എന്തായാലും പറഞ്ഞിരിക്കും. കൊള്ളാടി മോളെ. ഭർത്താവും ഭർത്താവിന്റെ ഏട്ടനും പിന്നെ എന്തിനും പോന്ന ഒരു അമ്മുമ്മയും കൂടെ നിൽക്കുമ്പോഴേ കുറച്ച് അഹങ്കരിക്കാം. പക്ഷേ പറഞ്ഞ വാക്കുകളുടെയൊക്കെ അടിയിലേ പൊന്നുമോളൊരു വര അങ്ങിട്ട് വെച്ചോ. എനിക്കത് തിരിച്ചു ചോദിക്കേണ്ടി വരും. വാടി വാ. സത്യം പറഞ്ഞ ആദ്യം ഇവരുടെ നാക്കാ പിഴുതെടുക്കേണ്ടത്. എങ്ങനെയാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റണേ? ഇവര് മുമ്പേ ഇങ്ങനെ തന്നെയാണോ രാധികെ? എന്റെ പൊന്നു ചേട്ടാ, ആറ്റോശ്ശേരിയിൽ കൂടുതൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ പ്രിയങ്കയുടെ കാര്യം നടന്നതിന് ശേഷം ഇത്രയ്ക്ക് ദുഷ്ടതരം മുത്തശ്ശിക്ക്. ഓ, അതൊന്നും പറയണ്ട. അവര് ജന്മന എങ്ങനെ തന്നെയാ. അച്ഛനോടും അമ്മയോടും തന്നെ കൊണ്ടുപോയി ഏതെങ്കിലും തെരുവി കളയാൻ പറഞ്ഞ സ്ത്രീയല്ലേ. അവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി. അല്ല, ഈ പ്രിയങ്കയ്ക്ക് ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് പ്രിയങ്ക നിന്നിരുന്ന അങ്ങനല്ലല്ലോ. അഭിനയിക്കല്ലേടാ, അഭിനയിച്ച തകർക്കല്ലേ. പിന്നെ അങ്ങനെ നിന്നല്ലേ പറ്റൂ. അല്ല, അവക്ക് ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ അതങ്ങ് പറഞ്ഞൂടെ? അത് മതിയല്ലോ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ. അച്ഛനോടും അമ്മയോടും മാത്രമല്ല, നാട്ടുകാരോട് മുഴുവൻ പറയണം. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പൊ ഏട്ടന്റെ മുമ്പിൽ നിന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അവള് നിൽക്കില്ലേ? അപ്പൊ അവര് വിശ്വസിക്കില്ലേ? നമുക്ക് തെളിവ് കിട്ടും ഏട്ടാ. കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടും. അതിനധികം വൈകില്ല.